ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കാന്തിസ്സിതാമൃഷതിനിന്ദിതശാരദേന്ദുർയത്രൈകതോ വിലസിതാമസിതാംഗശോഭാം വൃന്ദാവനേപി കൃതയാമുനഗാംഗസംഗം രാധാമുകുന്ദയുഗളം തദഹം നമാമി. ആത്മാത്വം ഗിരിജാമതി സകചരാപ്രാണാശരീരം ഗൃഹം പൂജാ തേ വിഷയോ ബഭോഗരജന നിദ്രാസമാധിസ്ഥിതി സഞ്ചാരഃ പദയോഃ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതദുപജഹ്രേ ഭൃംഗവദ്വേദസാരം അമൃതമുദധീശ്ചാപായ യദ്ഭൃത്യവർഗാൻ പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പെരുന്തട്ട ശിവക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സത്രവേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സഹസ്രകോടി നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീ പെരുന്തട്ട ദേവരുടെ ഈയൊരു സന്നിധി ഭാഗവതത്തിൻ്റെ കഥകളെ കൊണ്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ഹന്ത ഭാഗ്യം ജനാനാം, നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഈയൊരു ഭാഗവത സത്രം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പെരുന്തട്ട തേവരുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ മിക്ക ദിവസങ്ങളിലിവിടെ വന്നു നോക്കുന്ന സമയത്ത് സങ്കടം തോന്നാറുണ്ട്. കാരണം ഗുരുവായൂരുകാരനായതുകൊണ്ട് ആരോട് പറയാൻ, ഇത്രയും കാലത്തിനിടയിൽ സത്രവേദി ഇത്രയും ശുഷ്കമായിട്ട് കാണുന്നത് ഗുരുവായൂരിലാണ്. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഭാഗവത സത്രങ്ങളും സപ്താഹങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ടാകാം. എന്തായാലും ഇവിടെ ഈ ഒരു സത്രവേദിയിൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു കാലയളവിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സത്രവേദിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. എന്തായാലും ഇവിടെ സ്ഥിരമായി കേൾക്കുന്നവരുണ്ടാവാം, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നവരുണ്ടാവാം. ആ ഒരു ഭാഗവതമെന്ന് പറയുന്ന മഹാസാഗരത്തിൻ്റെ തീരത്ത് കൂടി സഞ്ചരിക്കാൻ മാത്രമാണ്, തീരത്ത് പോലും എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്നാലും അതിൽ ചില കഥകൾ, ചില സ്തോത്രങ്ങൾ, ചില സ്തുതികൾ, അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സുകൃതം ചെയ്തവരാണ്. ഇവിടെ ഏകാദശ സ്കന്ധത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അധ്യാത്മവിദ്യയുടെ രഹസ്യങ്ങൾ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഭാഗവതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അധ്യാത്മവിദ്യ വിദ്യാനാം യാ വിദ്യ സാ വിമുക്തയേ. യാതൊരു വിദ്യയെ അറിഞ്ഞാലാണോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മോചനം ലഭിക്കുന്നത്, ആ ഒരു ആധ്യാത്മിക വിദ്യയാണ് നമുക്ക് ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിലൂടെ പകർന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ 1-ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും
ഈയൊരു ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പകിട്ടിൽ അധ്യാത്മവിദ്യ പിന്തള്ളപ്പെട്ടിട്ടുള്ള ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ നേടുന്നതായ വിദ്യ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ ഉയരാനായിട്ടുമുള്ളതായ രണ്ട് തരത്തിലുള്ള വിദ്യകളാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് അപരാവിദ്യ, രണ്ടാമത്തേത് പരാവിദ്യ. അപ്പം അവനവനെ അറിയുക, ഇതാണ് പരാവിദ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ആധ്യാത്മിക വിദ്യ എന്നും അറിയപ്പെടുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു അറിവാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ആ ഒരറിവാണ് ഇത്തരത്തിലുള്ള ഭാഗവത സത്രങ്ങളിലൂടെയും സത്സംഗങ്ങളിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. ഹംസഗീതയ്ക്ക് ശേഷം ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഭക്തിയോഗമാണ്. ഇപ്പോൾ ഭക്തിയെപ്പറ്റി പറയുമ്പോൾ പലതരത്തിൽ പല രീതിയിൽ പല ഗ്രന്ഥങ്ങളിലും ഭക്തിയെ പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ഭക്തിയെ നിങ്ങളുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഭക്തി ഭഗവാൻ ഗീതയിൽ പറയുന്നു, ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃതിനോർജന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. അപ്പം നമ്മളെല്ലാവരും ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ആളുകളും പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് അവരവരുടേതായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ടാവാം. ചിലർ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഭഗവാനെ ഇല്ലാതെയാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കും. മറ്റു ചിലർ ഭഗവാനെ വളരെ ദാരിദ്ര്യമാണ്, ജീവിച്ചു പോകാനുള്ള എന്തെങ്കിലുമൊക്കെ വകയുണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിക്കും. ചില ആളുകൾ ഭഗവാനെക്കുറിച്ചറിയാനുള്ള ഭക്തി അതൊന്ന് ഉണ്ടാക്കിത്തരണം, ആ ഒരു ജ്ഞാനമുണ്ടാക്കി തരണം. ഇങ്ങനെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ പലതായിരിക്കും. അപ്പം ഇതൊക്കെ ഭക്തിയുടെ ഭാവങ്ങൾ തന്നെയാണ്. ഭാഗവതത്തിൽ നവധാ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 9 വിധത്തിലുള്ള ഭക്തി ഭാഗവതം തന്നെ നമുക്ക് മുമ്പേ പറഞ്ഞു തന്നു. അപ്പം ഇതിൽ നമുക്ക് ഓരോരുത്തർക്കും ഏതാണോ സാധ്യമാകുന്നത് ആ ഭക്തിയെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭക്തിയെ പറഞ്ഞു തരാൻ ശ്രമിക്കാം. കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത് അത് മാത്രമേ മറ്റുള്ളവരോട് പറയാൻ പാടുള്ളൂ എന്ന് നമ്മുടെ എല്ലാ ആചാര്യന്മാരും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും അത് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് കയറില്ല. അപ്പം അതുകൊണ്ട് ഭക്തിയുടെ ആ ഒരു തുടക്കത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നതുകൊണ്ട് തന്നെ ഭക്തിയെ വളരെ ലളിതമായിട്ട് ഭാഗവതം പറഞ്ഞതിനെ ഒന്നുകൂടി എനിക്ക് മനസ്സിലായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലരും ഭാഗവതത്തെപ്പറ്റി എന്നേക്കാളൊക്കെ ഒരുപാട് അറിവുള്ളവരാണ്. ഒരുപാട് സത്രങ്ങളും സപ്താഹങ്ങളും ഒക്കെ കേട്ടിട്ടുള്ളവരാവാം. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആവർത്തനമാകാം. പക്ഷേ പറയുന്നത് ഭഗവാന്റെ കഥകളും അല്ലെങ്കിൽ ഭക്തിയെക്കുറിച്ചാണ് എന്നതുകൊണ്ട് ഒരിക്കലും അത് വിരസമാവാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു 4 വിധത്തിൽ എന്നെ പ്രാർത്ഥിക്കുന്നു. ഇപ്പം ചില ആളുകൾ ഭഗവാനെ സുഹൃത്തായിട്ടും ചില ആളുകൾ സംരക്ഷകനായിട്ടും അല്ലേ, കഥകൾ പല പല കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവിടെ ഭാഗവതത്തിൻ്റെ ഏകാദശ സ്കന്ധത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്കറിയാം ദശമസ്കന്ധം വരെ കേട്ടിരിക്കാൻ നല്ല രസമാണ് ഏത് സമയത്തും. കാരണം ആ ദശമസ്കന്ധത്തിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ സ്കന്ധങ്ങളും രചിക്കപ്പെട്ടത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകളും അങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് അതൊക്കെ കേട്ട് 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 നമ്മുടെ മനസ്സിനെ
നിർമ്മലമാക്കിയതിന് ശേഷമാണ് വ്യാസഭഗവാൻ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് വേദാന്ത കാര്യങ്ങളെ കയറ്റിവിടുന്നത്. അപ്പോൾ ഏകാദശ സ്കന്ധം മറ്റുള്ള എല്ലാ സ്കന്ധങ്ങളും പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പറയും സ്വാദു പദേ പദേ. അപ്പോൾ ഭാഗവതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്വാദുള്ളതാണ്. അപ്പോൾ വേദാന്ത ശാസ്ത്രത്തിലെ മറ്റ് പ്രധാന വിഷയങ്ങളും ഒക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ആധ്യാത്മിക ദൃഷ്ടിയിൽ, വേദാന്തപരമായിട്ടുള്ള ദൃഷ്ടിയിൽ ഏകാദശ സ്കന്ധം എന്ന് പറയുന്നത് കുറച്ച് ഗംഭീരമായിട്ടുള്ള, ഗഹനമായിട്ടുള്ള ഒരു സ്കന്ധമാണ്. ഇപ്പം ഇവിടെ വേദാന്ത ശാസ്ത്രത്തിലെ എല്ലാ വിഷയങ്ങളും ഉദ്ധവരെ നിമിത്തമാക്കിക്കൊണ്ട്, എപ്രകാരമാണോ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചു തന്നത്, അതേപോലെ ആ ഉദ്ധവരെ സാക്ഷിയാക്കിക്കൊണ്ട്, നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ആ വേദാന്ത തത്വങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ വരും കാലങ്ങളിൽ ഇവിടെയുള്ളവർക്കൊക്കെ ആ ഒരു തത്വത്തെ മനസ്സിലാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ജഗദ്ഗുരു സ്ഥാനത്ത് നിൽക്കുന്നതായ ജഗദ്ഗുരുവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്കെന്നുള്ള വ്യാജേന നമുക്കെല്ലാവർക്കും ഈ വേദാന്ത തത്വങ്ങളെ പറഞ്ഞു തന്നു എന്ന് പറയുമ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജഗദ്ഗുരു ഭാവത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് തന്നെ, അല്ലേ, ആചാര്യന്മാർ പറയുന്നത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചമുണ്ടാകും. കാരണം ഭഗവാന്റെ വാക്കുകൾ അത്രയും മാധുര്യമേറിയതാണ്. ഏകാദശ സ്കന്ധത്തിലെ 14-15 അധ്യായങ്ങളിലെ വിഷയങ്ങളാണ് നമുക്കിവിടെ ചിന്തിക്കാനുള്ളത്. അപ്പം അവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഉദ്ധവർ ഭഗവാനോട് ചോദിക്കുന്നു, വദന്തി കൃഷ്ണശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിന തേഷാം വികൽപ്പ പ്രാധാന്യമുദാഹോ ഏകമുഖ്യത ഭവതോദാഹൃതസ്വാമിൻ ഭക്തിയോഗാനപേക്ഷിത നിരസ്യ സർവദ സംഘം ഏന ത്വയ്യാവിശേന്മന. അല്ലയോ ഭഗവാനെ, തീരെ വിഷയസംഘം കൂടാതെയും യാതൊരു അപേക്ഷ കൂടാതെയും ഭഗവാനെ ഭജിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മവാദികൾ പലവിധ ശ്രേയസ്സുകളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം അതെല്ലാം ഒരേപോലെ പ്രാധാന്യമേറിയതാണോ, അതോ ഭക്തിയോഗം മാത്രമാണോ പ്രധാനം എന്ന് വിശദമാക്കി തന്നാലും എന്ന് ഉദ്ധവർ ഭഗവാനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ജ്ഞാനയോഗത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാനോട് സംശയം ചോദിച്ചു, ഇതെല്ലാം പ്രാധാന്യമേറിയതാണോ അതോ ഭക്തിയോഗം മാത്രമാണോ പ്രധാനം? അപ്പോൾ ഭഗവാൻ അതിനുള്ള മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. കാലേന നഷ്ടാ പ്രളയേ വാണീയം വേദസംഹിത മയാദൗ ബ്രഹ്മണേ പ്രോക്ത ധർമ്മോ യസ്യാം മതാത്മക. അപ്പോൾ വേദങ്ങളിൽ നിന്നാണ് എല്ലാ അറിവുകളും നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ള സാധനകളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വേദങ്ങളിൽ നിന്നാണ്. ആ ശ്രേഷ്ഠമായിട്ടുള്ള സാധനകളെ ആദ്യം ഭഗവാൻ ബ്രഹ്മാവിനെ ഉപദേശിച്ചു. ബ്രഹ്മാവിൽ നിന്ന് ഗുരു ശിഷ്യ പരമ്പരയ ലോകർ അതിനെ മനസ്സിലാക്കി. കാലക്രമത്തിൽ ഓരോ ആളുകളും അവരവരുടെ മനോഭാവമനുസരിച്ച് വേദവാക്യങ്ങളെ വ്യാഖ്യാനിച്ചു തുടങ്ങി. അപ്പം അങ്ങനെ ഓരോരുത്തരും അവർ മനസ്സിലാക്കിയ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ചിലത് പരസ്പര വിരുദ്ധങ്ങളായി തീർന്നു. അപ്പോൾ ഈ ശ്രേഷ്ഠ സാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, പ്രധാനമായിട്ടുള്ളത് ധർമ്മമാണ് എന്നും യശസ്സാണ് എന്നും കാമമാണെന്നും സത്യമാണെന്നും ശമദമാദികളാണെന്നും ഐശ്വര്യമാണെന്നും ത്യാഗമാണെന്നും ഭോഗസുഖമാണെന്നും യജ്ഞങ്ങളാണെന്നും അതേപോലെ തപസ്സാണെന്നും ദാനവ്രതങ്ങളാണെന്നും യമനിയമങ്ങളാണ് എന്നൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായി. അപ്പോൾ ഓരോ ആളുകളും അവരെന്താണോ മനസ്സിലാക്കിയത് അതിനനുസരിച്ച് അവർ ഓരോരുത്തരും വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അപ്പം അതുകൊണ്ടാണ് സാധാരണ പറയും, നമ്മുടെ ഇത്തരത്തിലുള്ള പുരാണങ്ങൾ മനസ്സിലാക്കാൻ സംസ്കൃതം പഠിക്കണം.
മഹാത്മാഗാന്ധി പറഞ്ഞു, ഓരോ ഭാരതീയനും സംസ്കൃതം പഠിക്കണം. എന്തിനാണ്? ഭഗവത്ഗീത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും. അപ്പം ആ സംസ്കൃതം പഠിച്ചു കഴിയുമ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ ആചാര്യൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓരോരുത്തരും എന്താണോ മനസ്സിലാക്കിയത് അവർ പറയുന്നതിനനുസരിച്ച് നമുക്കത് കേൾക്കേണ്ടി വരും. ഇപ്പോൾ ഭാഗവത സപ്താഹങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലേ, ഓരോ ആചാര്യന്മാരുടെയും ആ സപ്താഹ രീതികൾ പലതരത്തിലായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു കാലത്ത് ഉച്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള സെഷനിൽ സംസാരിച്ച ആൾ പ്രത്യേകം അത് ഓർമ്മിപ്പിച്ചു. കാരണം എന്താണോ കേൾക്കേണ്ടത് അത് കേൾക്കണം. ആ കേൾക്കുന്നതിനാണ് പ്രാധാന്യം. പല പല ആളുകളും പല പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിൽ നിന്ന് എന്താണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ കേൾക്കുക, ആവശ്യമില്ലാത്തതിനെ നമ്മൾ ഒഴിവാക്കുക. 700-ഓളം ശ്ലോകങ്ങൾ അർജുനന് ഉപദേശിച്ചിട്ട് അവസാനം ഭഗവാൻ എന്താ പറഞ്ഞത്? യഥേച്ഛസി തഥാ ഗുരു. അല്ലയോ അർജുന, എന്താണോ നിനക്ക് തോന്നുന്നത് അതേപോലെ ചെയ്യൂ. അപ്പം മക്കളോട് ചിലപ്പോൾ ഇങ്ങനെ പറയും, എന്താ നിനക്ക് തോന്നുന്നത് അതുപോലെ ചെയ്യൂ. അത് പറയേണ്ടത് ഏറ്റവും അവസാനമാണ് അല്ലേ? പറയേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ട രീതിയിൽ മനസ്സിലാക്കിയതിന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം പറയുക, നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതേപോലെ ചെയ്യുക. അപ്പം അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു, അല്ലയോ ഉദ്ധവരെ, ഈ പറയുന്നത് ഒന്നും തന്നെ ശരിയല്ല. കാരണം നമ്മളിവിടെ കുറേ പറഞ്ഞു, യശസ്സാണ്, കാമമാണ്, ശമദമാദികളാണ്, ഐശ്വര്യമാണ് ശ്രേഷ്ഠമെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ശരിയല്ല. കാരണം എന്താ? ഇതൊക്കെ ആദ്യന്തങ്ങളും ദുഃഖം നിറഞ്ഞവയും നശിക്കുന്നവയുമാണ്. ഇപ്പോൾ ഒരു കീർത്തി, അതിനൊരു തുടക്കമുണ്ട്, ഒരു ഒടുക്കമുണ്ട്. ആ കീർത്തി നശിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ദുഃഖമുണ്ടാവും. അപ്പം അതുകൊണ്ട് യാതൊരു വിഷയാപേക്ഷയും കൂടാതെ, യാതൊരു ഉപാധിയും കൂടാതെ ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ആത്മാവായിട്ടുള്ള ഭഗവാനെ മാത്രം നിരന്തരം ഭജിക്കുന്നവന് ഭഗവാൻ നൽകുന്ന സുഖമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പം അങ്ങനെ വിഷയസുഖങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് കിട്ടില്ല? നമുക്കൊരിക്കലും യഥാർത്ഥത്തിലുള്ള സുഖം ലഭിക്കില്ല. വിഷയസുഖങ്ങൾ നമ്മൾ പല 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 പ്രഭാഷണങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കാരണമാകുന്ന വിഷയങ്ങൾ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, മൂക്കുകൊണ്ട് മണക്കുക, നാവ് കൊണ്ട് രുചിക്കുക, ത്വക്കുകൊണ്ട് അറിയുക. ഇതാണ് വിഷയസുഖങ്ങൾ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇതാണ് അല്ലേ? ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെവി അതിൻ്റെ പിന്നാലെ പോകുന്നു. അതേപോലെ നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റ് പല ചിന്തകളും നമ്മളിലേക്ക് വരുന്നു. ഇങ്ങനെ ഓരോന്നിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ പറയും 5 കുതിരയെ കെട്ടിയ ഒരു ശരീരമാണ് അല്ലെങ്കിൽ ഒരു രഥമാണ് നമ്മുടെ ശരീരം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ 5 കുതിരകളും 5 വഴിക്ക് പോയാൽ എന്താ ഉണ്ടാവുക? നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കേൾക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം അങ്ങനെ സാധിക്കുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുക. അതുകൊണ്ട് ഭഗവാനെ ഒഴിച്ച് മറ്റൊന്നിനെയും ആഗ്രഹിക്കാത്തവനും ശാന്തനും ജിതേന്ദ്രിയനുമായിട്ടുള്ള ഭക്തന് എപ്പോഴും എവിടെയും ഏതവസ്ഥയിലും സുഖം തന്നെയാണ്. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഉറങ്ങേണ്ട സമയത്താണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇതന്നെയാണ്, ഭഗവാനെ കേൾക്കൽ തന്നെയാണ് ഏറ്റവും സുഖം അല്ലേ? ഉറങ്ങാൻ നമുക്കിത് കഴിഞ്ഞാലും സമയമുണ്ട്, ഇഷ്ടം പോലെ ഉറങ്ങാം. പക്ഷേ ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാത്തിനെയും മറന്നുകൊണ്ട്, എല്ലാ ദുഃഖങ്ങളെയും ഉപേക്ഷിച്ച്, എല്ലാ സുഖങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനാണ് സുഖം, ആ ഭഗവാന്റെ ഭക്തിയാണ് സുഖമെന്ന് ആരാണോ ചിന്തിക്കുന്നത് അവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സുഖം ലഭിക്കുന്നത് എന്ന് പറയുന്നു. അപ്പം അവർക്ക്
അവരനുഭവിക്കുന്ന സുഖത്തിന് യാതൊരു കാരണവശാലും കുറവ് വരില്ല. ഫാനിൻ്റെ കാറ്റ് കിട്ടിയാലും ഇരിക്കാൻ കസേര ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നും അവരെ ബാധിക്കില്ല. ആ ക്ഷണികമായിട്ടുള്ള ദുഃഖങ്ങളെയൊക്കെ നിസാരമാക്കിക്കൊണ്ട് ആ ഭഗവാന്റെ കഥ കേൾക്കുന്ന ആ ഒരു സുഖത്തെ നല്ല സുഖമാക്കിക്കൊണ്ട് അവരതിനെ അംഗീകരിക്കും, സ്വീകരിക്കും. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള ഭക്തന് മാത്രമാണ് ഭഗവാനെ അടുത്തറിയാൻ, ആ ഭഗവാന്റെ അനുഭൂതികളെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഭക്തരുടെ ചിന്ത എങ്ങനെയായിരിക്കുമെന്ന് പറയുന്നു. ന പാരമേഷ്ട്യം ന മഹേന്ദ്രദൃഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. ബ്രഹ്മപട്ടം, ഇന്ദ്രപദവി, ചക്രവർത്തി പദം, പാതാളാദി ലോകങ്ങളുടെ ആധിപത്യം, അണിമാതി സിദ്ധികൾ ഇവയെയോ മോക്ഷത്തെയെ തന്നെയോ ആ ഭഗവാനിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടവർ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങൾക്കോ സുഖങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ ഒന്നും പ്രാധാന്യമില്ല. ഒന്നിനെയും ആഗ്രഹിക്കാതെ ഭഗവാനെ മാത്രം ആഗ്രഹിക്കുന്നതാണ് ഭക്തിയുടെ സ്വരൂപം എന്ന് പറയുന്നു. ഇത്തരം ഭക്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഭക്തന്മാർ ആ ഭഗവാനെ പൂർണ്ണമായും വശീകരിച്ചുകൊണ്ട് ഭഗവാന്റെ പ്രിയപ്പെട്ടവരായി തീരുന്നു. ഇപ്പം നമ്മൾ പല പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഭഗവാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ ഭക്തന്മാരെയാണ്. ഇപ്പം വിഷ്ണു ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം പത്നിമാരേക്കാൾ ഏറെ, ലക്ഷ്മിയേക്കാൾ ഏറെ തൻ്റെ ഭക്തരെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. അത് നമുക്ക് പല പല ഉദാഹരണങ്ങളിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന സമയത്തും അല്ലേ, നമുക്ക് ഭഗവാൻ ഇത്രയും വലിയൊരു വാക്ക് തന്നിട്ടുണ്ട്. ഏ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ആര് എന്നെ ഏത് ഭാവത്തിലാണോ ഭജിക്കുന്നത് ഞാൻ അവരെ അതേ ഭാവത്തിൽ ഞാൻ അവരെ സ്വീകരിക്കും. ഗുരുവായൂരുകാരോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം മേൽപ്പത്തൂരിൻ്റെയും പൂന്താനത്തിൻ്റെയും കുറൂരമ്മയുടെയും ഒക്കെ അല്ലേ, മഞ്ജുളയുടെയും ഒക്കെ കഥകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കുറൂരമ്മയുടെ ഒരു കഥ കേട്ടു. അപ്പോൾ സാധാരണ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും യൂട്യൂബിലൊക്കെ വിശാഖ ഹരി എന്ന് പറയുന്ന ഒരു ഹരികഥ പറയുന്ന ഒരു അമ്മയുണ്ട്, വളരെ മനോഹരമായിട്ട്. അപ്പം അവരിന്ന് ഗുരുവായൂരപ്പൻ്റെ കഥയാണ് പറഞ്ഞത്. അപ്പം അതിൽ കുറൂരമ്മയുടെ ഒരു കഥ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. കുറൂരമ്മ ഒരു ദിവസം ഗുരുവായൂരമ്പലത്തിൽ വന്ന് തൊഴുത് രാത്രി ആയതറിഞ്ഞില്ല. കാരണം കുറച്ച് ദൂരത്തേക്ക് നടന്നു പോകണം. നമുക്കറിയാം നമ്മുടെ വേലൂര് ഭാഗത്തായിട്ടാണ് കുറൂരമ്മയുടെ ഭവനം, അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അതുവരെ നടക്കണം. അപ്പോൾ സന്ധ്യയായതറിഞ്ഞില്ല, ഇരുട്ടായി, പെട്ടെന്ന് മഴ പെയ്യുന്നുണ്ട്. കുറൂരമ്മ എന്നാലും ഇറങ്ങി നടന്നു, ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ. പക്ഷേ വഴിതെറ്റിപ്പോയി. ഇത്രേ കുറച്ച് നടന്നു പോയപ്പോൾ ഒരു കാല് മേയ്ക്കുന്ന ഒരു പയ്യൻ ഒരു വടിയൊക്കെ എടുത്ത് വന്നിട്ട് അമ്മയോട് ചോദിച്ചു, എങ്ങോട്ടാ പോണേ? വീട്ടിലേക്ക്. വഴി തെറ്റിയില്ലേ? പ്രായമായ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ആ കുറൂരമ്മയെയും കൂട്ടി നേരെ ഇതിലേ വരൂ, കയ്യും പിടിച്ച് കുറൂരമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറൂരമ്മ ചോദിച്ചു, ഉത്തരം എന്താ വേണ്ടത്? ഇതുവരെ വന്നതല്ലേ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം, എനിക്കെല്ലാം ഉണ്ട്. അല്ല, ഇതുവരെ വന്നതല്ലേ, എന്തേലും തരാണ്ട് പോയാൽ എനിക്ക് സങ്കടമാവും, ചോദിച്ചോളാൻ പറഞ്ഞു. അവസാനം കുട്ടി പറഞ്ഞു, അത്രേ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ തല തോർത്താൻ ഒരു തുണിക്കഷ്ണം വേണം. അപ്പോൾ കുറൂരമ്മ വേറെ ഒന്നും ആലോചിച്ചില്ല. കാരണം ചോദിച്ച ഉടനെ താൻ ഉടുത്തിരിക്കുന്ന ആ വസ്ത്രത്തിൽ നിന്നും ഒരു കഷ്ണം കീറി, ഒരു പട്ട് സാരി അതിനൊരു കഷ്ണം കീറിയിട്ട് ആ കുട്ടിക്ക് കൊടുത്തു. കുട്ടി സന്തോഷത്തോടെ തിരിച്ചു പോയി. ഇപ്പോൾ കുറൂരമ്മ വിചാരിച്ചു, ഇത്രയൊക്കെ നല്ല കുട്ടികൾ ഉണ്ടാവുമോ? എന്തായാലും കുറൂരമ്മ പിന്നീട് ഭഗവാന്റെ നാമജപങ്ങളിലേക്ക് അങ്ങനെ മുഴുകി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യം തൊഴാനായിട്ട് കുറൂരമ്മ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലേക്ക് എത്തി.
അപ്പം എല്ലാവരും ആ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അല്ല, ഇന്നത്തെ പോലെയൊന്നും അല്ല. കാരണം ഇന്ന് എത്ര ക്യൂ നിന്നാലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നിർമ്മാലയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പണ്ട് കാരണം അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. അപ്പം എന്തായാലും കുറൂരമ്മ ഇവിടെ എത്തി. നട തുറന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപം കണ്ടു, അല്ലേ? ചന്ദനം ചാർത്തിയിട്ടുണ്ട്, പല പല മാലകൾ, സ്വർണ്ണമാലകളുണ്ട്, വനമാലയുണ്ട്. അതൊക്കെ നോക്കി നോക്കി അടിയിലേക്ക് എത്തിയപ്പോൾ ആ ഭഗവാൻ ഉടുത്തിരിക്കുന്നത് തലേ ദിവസം ഈ കുറൂരമ്മ കൊടുത്ത ആ പട്ടുചേലയുടെ കഷ്ണമാണത്രേ. അപ്പം ആ കുറൂരമ്മയുടെ മനസ്സിലുണ്ടായതായ ആ ഒരു ആനന്ദം, അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. അപ്പം ആ ഒരു കുറൂരമ്മയ്ക്ക് അത്തരത്തിലുള്ള ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടാകാൻ കാരണം തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആശ്രയമായിട്ടുള്ളത് ഭഗവാൻ മാത്രമാണ്, അല്ലേ? വേറെ ആരുമില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയാണ് കുറൂരമ്മ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ ഇങ്ങനെ തൻ്റെ ജീവിതം തള്ളി നീക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ആരാണോ ആ ഭഗവാനിൽ മാത്രം സമ്പൂർണമായി സമർപ്പിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിലുള്ള ഭക്തന്മാർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഭഗവാനോട് നമുക്ക് ആദ്യം കാമമുണ്ടാകും, പിന്നീട് പ്രേമമുണ്ടാകും, പിന്നീട് ഭക്തി ഉണ്ടാവും. ആദ്യം നമുക്ക് പല പല കാര്യങ്ങളും സാധിക്കാനുള്ള ഒരാഗ്രഹം കൊണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. പിന്നീട് ആ കാമത്തിൻ്റെ കൂടെ ത്യാഗം കൂടി ചേരുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ നമ്മുടേതാക്കി തീർക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി എപ്രകാരമാണോ ഗോപികമാർ എല്ലാം ഉപേക്ഷിച്ച് ആ ഭഗവാന്റെ അടുത്തേക്ക് ഓടിപ്പോയത്, അപ്പോൾ കാമവും ത്യാഗവും കൂടി ചേരുന്ന സമയത്ത് പ്രേമമുണ്ടാകുന്നു. അപ്പോൾ ഭഗവാനോട് പ്രേമമുണ്ടായി. ആ പ്രേമത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാം ഭഗവാനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ കണ്ട് സന്തോഷിച്ച് ആനന്ദിച്ചു കൊണ്ട് പോകുന്നതിന് അവസാനമായിട്ട് എന്തുണ്ടാകുന്നു? സമ്പൂർണമായിട്ടുള്ള സമർപ്പണമുണ്ടാകുന്നു. അപ്പോൾ പ്രേമവും സമ്പൂർണമായിട്ടുള്ള സമർപ്പണവും എവിടെയാണോ ഉണ്ടാകുന്നത് അവിടെയാണ് ഭക്തി ഉണരുന്നത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിച്ച ഭക്തന്മാരുടെ കൂടെ തന്നെയാണ് ഭഗവാൻ എന്ന് ഓർത്തുകൊണ്ട് ആ ഭഗവാൻ അത്തരത്തിലുള്ള ഭക്തന്മാരെ പിന്നാലെ അനുഗമിക്കുമെന്നാണ് പറയുന്നത്. എന്തിനാണ്? ആ ഭക്തന്മാരുടെ പാദരേണുക്കളെ എടുത്ത് ശിരസിലണിയാൻ വേണ്ടി. അത്രയും ഭക്തവത്സലനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ആ ഭക്തന്മാരെ ഒരിക്കലും അവരുടെ സാധനയിൽ നിന്നും അവരുടെ ഭജനയിൽ നിന്നും ഒരിക്കലും പിന്തിരിപ്പിക്കാതെ ഭഗവാൻ കാത്തുകൊള്ളും. അപ്പം അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരിത്തിരി പാപമുണ്ടെങ്കിൽ അത് ഭക്തിയാകുന്ന ആ അഗ്നി ദഹിപ്പിച്ച് കളയും. എന്തായാലും അതിനുശേഷം പതുക്കെ പതുക്കെ നമ്മുടെ ഭക്തി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. അപ്പം ഈ ഭക്തിയുടെ ആദ്യകാലത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു, ശ്രവണം, കീർത്തനം, അല്ലെ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താണോ കേൾക്കേണ്ടത് അത് കേൾക്കുക. ഇങ്ങനെ ശ്രവണ സംസ്കാരം നമ്മൾ ഉണ്ടാക്കുക. അതിനാണ് സത്സംഗങ്ങൾ, അതിനാണ് നമ്മളെ ക്ഷേത്രങ്ങളിൽ പോയാൽ നാമജപം, അല്ലെ? രാവിലെ ഗുരുവായൂരപ്പൻ്റെ അവിടെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അവിടെ ഇരുന്നിങ്ങനെ നാമം ജപിക്കുന്നത് കേൾക്കാം. അപ്പം ആ നാമം ജപിക്കുന്നത് കേട്ട് 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 നമ്മുടെ മനസ്സിലൊരു ശ്രവണ സംസ്കാരം ഉണ്ടാകുന്നു. പഴയ കാലത്ത് വീടുകളിൽ സന്ധ്യാസമയത്തും രാവിലെയും ഒക്കെ ഒരുമിച്ചിരുന്ന് എല്ലാവരും ഇങ്ങനെ നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നമ്മുടെ മക്കളുടെ മുമ്പിൽ ആ നാമജപം എന്ന ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഇന്ന് അതൊന്നും അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റാൽ ഉറങ്ങുന്നത് വരെ ആവശ്യമില്ലാത്തതായ പല കാര്യങ്ങളും അവരുടെ മനസ്സിലേക്ക് കേൾക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ കേട്ട് 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 അതിൻ്റെ അടുത്ത ഘട്ടമാണ് എന്ത്? അത് കീർത്തനം ചെയ്യുക എന്നുള്ളത്. ചെറിയ കുട്ടികളൊക്കെ എന്നും കേൾക്കുന്ന ചില പാട്ടുകൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ പാടുന്നുണ്ടാവും. അപ്പം അത് ഈ ഒരു നാരായണനാമമാണ് അവർ കേൾക്കുന്നതെങ്കിൽ നമ്മൾ അറിയാതെ അവരാ നാരായണനാമം ജപിക്കാൻ തുടങ്ങും. അപ്പം ആദ്യത്തെ ഘട്ടം കേൾക്കുക. ആ കേട്ട് കേട്ട് വരുന്ന സമയത്ത് രണ്ടാമത്തെ ഘട്ടം അത് അനുവർത്തിക്കും. ഇപ്പോൾ ഭാഗവതത്തിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ നവധ ഭക്തികളൊക്കെ
അതിൻ്റെ ഭാഗമാണ്. ഓരോന്നും നമ്മൾ ആദ്യം ശ്രവണം ചെയ്യുന്നു, കേൾക്കുന്നു, പിന്നീട് നമ്മൾ കീർത്തനം ചെയ്യുന്നു. ഇപ്പം എല്ലാ ദിവസവും നമ്മളിങ്ങനെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ രൂപം നമ്മുടെ സ്മരണയിലേക്ക് വരുന്നു, സ്മരണം അല്ലേ. പിന്നീട് സ്ഥിരമായി നമ്മുടെ മനസ്സിലേക്ക് ഭഗവാന്റെ മാത്രം രൂപങ്ങൾ കടന്നു വരുന്നു. ബാക്കിയുള്ള ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ പടി എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം. അതിനുള്ള അവസരങ്ങൾ ഒന്നും തന്നെ നമ്മൾ പാഴാക്കരുത്. ഇപ്പം ഇവിടെ ഉദ്ധവരുടെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് വീണ്ടും പറയുന്നു, ന സാധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായസ്തപസ്ത്യാഗോ യഥാ ഭക്തിർമമോർജിത ഭക്ത്യാഹമേകയാ ഗ്രാഹ്യ ശ്രദ്ധയാത്മാ പ്രിയഃ സദാം ഭക്തി പുനാദിമന്നിഷ്ട സ്വപാകാനപി സംഭവാത്. അല്ലയോ ഉദ്ധവ, ഞാൻ പറയുന്നു, സാഖ്യമോ യോഗമോ മറ്റെന്തെങ്കിലുമോ ഭക്തിയെപ്പോലെ എന്നെ വശീകരിക്കുകയില്ല. അപ്പോൾ ഭക്തി ഒന്നില്ലെങ്കിൽ ഒരുവനെ സത്യധർമാദികൾ പരിശുദ്ധനാക്കാൻ പോകുന്നില്ല. അപ്പം നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ സാധനകൾ ചെയ്യുകയാണെങ്കിലും ആദ്യം നമുക്കുണ്ടാകേണ്ടത് ഭക്തിയാണ് എന്ന് പറയുന്നു. അപ്പം ആ ഭക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം പതുക്കെ എങ്ങനെ വരും. അങ്ങനെ ഭക്തിയുടെ ഉദ്രേകത്താൽ പുളകം കൊള്ളാതെ, നമ്മുടെ ഹൃദയം ദ്രവിക്കാതെ, ആനന്ദ അശ്രുക്കൾ പ്രവഹിക്കാതെ ഇരുന്നാൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരുന്നത്? അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഭഗവാന്റെ വാർത്തകൾ, ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ തൊണ്ടയിടറാതെ പറയുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. വാഗ്ഗദ്ഗദ ദ്രവതേയസ്യ ചിത്തം രുദത്യഭീഷ്ണം ഹസതി ക്വചിച്ച വിലജ്ജ ഉദ്ഗായതി നൃത്യതേ ച മദ്ഭക്തിയുക്തോ ഭുവനം പുനാതി. എൻ്റെ ഭക്തന്മാരെ, ആ ഭഗവാനെ ഉള്ളിൽ കണ്ടുകൊണ്ട് ഭക്തൻ്റെ ഹൃദയം ഇങ്ങനെ ഉരുകിക്കൊണ്ടേയിരിക്കും. ഇത്രയും കാലം ആ ഭഗവാനെ വേണ്ടതുപോലെ സേവിക്കാതെ എൻ്റെ ആയുസ്സിൻ്റെ പകുതി ഭാഗം വ്യർത്ഥമാക്കിയല്ലോ എന്ന പശ്ചാത്താപത്താൽ പൊട്ടിക്കരയും. ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള മോഹനലീലകളെ ഓർത്തുകൊണ്ട് മനക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിങ്ങനെ ഊറിച്ചിരിച്ചുകൊണ്ടേയിരിക്കും. ലോക പരിഹാസം അവഗണിച്ചുകൊണ്ട് എല്ലാം മറന്ന് ആ നാമം ജപിച്ചുകൊണ്ടിരിക്കും. സാധാരണ സത്സംഗങ്ങളിലേക്ക് പോയാൽ, അല്ലേ, സപ്താഹത്തിനൊക്കെ പോയാൽ പ്രത്യേകിച്ച് വായിച്ച് ഓരോ അധ്യായം കഴിയുമ്പോഴും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ, അല്ലേ, ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയാൻ ഇടവും വലമൊക്കെ നോക്കും. കാരണം എന്താ, എൻ്റെ ഇടത്തിരിക്കുന്ന ആൾ പറയുന്നുണ്ടോ, വലത്തിരിക്കുന്ന ആൾ പറയുന്നുണ്ടോ എന്ന് നോക്കും. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമല്ല. കാരണം എന്താ, അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഈശ്വരൻ മാത്രമാണ്, ഈശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഈശ്വരനെ മാത്രം, എല്ലാത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം ലജ്ജ കൂടാതെ ഹരേ നാരായണ ഗുരുവായൂരപ്പ എന്നൊക്കെ ഭക്തിയോടുകൂടി ഭജിക്കാനും ആ തിരുനാമങ്ങളെ ഉച്ചത്തിൽ ഉച്ചരിക്കാനും കീർത്തിക്കാനുമൊക്കെ അവന് സാധിക്കുന്നു. ഭഗവാന്റെ ലീലകളെ അഭിനയിച്ചുകൊണ്ട് സ്വയം മറന്ന് ഒരു ഭ്രാന്തനെ പോലെ നൃത്തം ചെയ്യും. അത്തരത്തിൽ ഭഗവാനെ സ്നേഹിക്കുന്ന, പ്രേമിക്കുന്ന ഭക്തൻ അവനവനെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ പരിശുദ്ധമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭക്തൻ യഥാർത്ഥത്തിൽ യാതൊരു ഉപാധിയുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള ആഗ്രഹവുമില്ലാതെ, ഉടമ്പടിയുമില്ലാതെ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഉറക്കെ ഉറക്കെ നാമം ജപിക്കുന്ന സമയത്ത് അവന് മാത്രമല്ല, അത് കേട്ടിരിക്കുന്ന ആ പരിസരത്തുള്ള എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ്
യഥാർത്ഥത്തിലുള്ള ഭക്തൻ്റെ അവസ്ഥ. എല്ലാം മറന്ന്, എല്ലാത്തിനെയും മറന്ന് പ്രവർത്തിക്കുക. ചിലപ്പോൾ നമ്മൾ പറയും ഭ്രാന്താണ് എന്ന് പറയും. കാരണം ഭക്തിയുടെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു അവസ്ഥ ഉന്മാദാവസ്ഥയാണ്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസര്. അപ്പം അദ്ദേഹം ആ കാളീക്ഷേത്രത്തിലെ പൂജാരിയായിരിക്കുന്ന സമയത്ത് ആ കാളിയെ ഉപാസിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പം അങ്ങനെ അതിനിടയിൽ പല പല കഥകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുലദേവത ശ്രീരാമസ്വാമിയാണ്. അപ്പോൾ ശ്രീരാമനിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള വഴി ഹനുമാനാണ്. കാരണം ഹനുമാൻ അതിനെ ഉപാസിക്കുന്ന സ്ഥലത്തൊക്കെ അല്ലേ ശ്രീരാമൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറയുന്നു. കാരണം ഹനുമാൻ എപ്പോഴും രാമനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസര് ഹനുമാനെ ഉപാസിച്ചു ആദ്യം. അങ്ങനെ ഹനുമാനെ ഉപാസിച്ച് അല്ലേ എല്ലാത്തിനെയും മറന്ന് അതായിത്തീരുക, അതാണ് ഭക്തിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അങ്ങനെ ഹനുമാൻ്റെ ആ ഒരു സ്വഭാവ വിശേഷത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ആ ശ്രീകോവിലിൻ്റെ മുകളിൽ കയറിയിരിക്കുക, കരിമ്പ് കടിക്കുക, വരുന്ന ആളുകളെ എറിയുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അത്രയും. അപ്പം അങ്ങനെ ഒരു ദിവസം ഈ ക്ഷേത്രത്തിൻ്റെ മുതലാളിയായിട്ടുള്ള ആ ഒരു മുക്കുവസ്ത്രീ അപ്പം അവർ വരുന്ന സമയത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസര് ഒരു കരിമ്പ് കടിച്ചിട്ട് അവരെ എറിഞ്ഞു. അപ്പം അവരുടെ കൂടെയുള്ള ദാസന്മാരൊക്കെ പറഞ്ഞു അങ്ങേലേക്ക് ഭ്രാന്താണ്, പിടിച്ചു കെട്ടാൻ പറഞ്ഞു. അപ്പോൾ ആ അമ്മ പറഞ്ഞു വേണ്ട, കാരണം എന്താ, ഞാനൊരു എന്തെന്നില്ലാതെ ഒരു അനുഭൂതി അനുഭവിക്കുകയാണ്. അപ്പോൾ അതായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്ന ആ ഒരു ഭക്തൻ്റെ അവസ്ഥ. പറഞ്ഞു വന്നത് ഇപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാം മറന്നുകൊണ്ട് എല്ലാത്തിനെയും ഈശ്വരനായി കണ്ടുകൊണ്ട് ഭാഗവതം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ, ഭാഗവതം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ല അതിൽ പറയുന്നത് എന്താണ്, എല്ലാത്തിനും ഈശ്വരനെ കാണുക, എല്ലാത്തിനെയും നമ്മളിലും കാണുക. അവനവനിലേക്ക് തന്നെ ഈശ്വരനെ കാണാനാണ് നമ്മുടെ എല്ലാ പുരാണങ്ങളും വേദാന്തങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഏത് പുരാണം എടുത്തു നോക്കിയാലും അവിടെ ഒന്നും ഇന്ന മതമാണ് ശരി അല്ലെങ്കിൽ ഇന്നതാണ് ശരി എന്നല്ല. ശരിക്കും എല്ലാത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ആ ഒരു ഈശ്വരൻ എന്ന ഒരറിവാണ് നമുക്ക് പകർന്നു തരുന്നത്. ഈ ഒരു അറിവല്ലേ സത്യത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ആ ഒരു അറിവ് നേടിയെടുക്കാനുള്ള എത്രയോ വഴികൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഋഷീശ്വരന്മാരും നമ്മുടെ ആചാര്യന്മാരും ഒക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അതിനെയൊന്നും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ചില ആളുകൾ കാണുന്നുണ്ട്, അത് കാണുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവനവൻ്റെ ദൃഷ്ടിയിലൂടെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പം അതുകൊണ്ട് ഈ ഭാഗവതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഭക്തിയോഗം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാനിലേക്ക് ലയിച്ച് ചേരുക, എല്ലാം മറന്നുകൊണ്ട് ഭഗവാനിലേക്ക് ലയിച്ച് ചേരണം. അപ്പം അങ്ങനെ ലയിച്ച് ചേരുന്നവരാണ് ഈ ലോകത്തിൽ എന്നും സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ആത്യന്തികമായിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഇവിടെ നമ്മുടെ മനസ്സിലുള്ളതായ മാലിന്യങ്ങളെ ഇല്ലാതെയാക്കാൻ എപ്രകാരമാണോ സ്വർണമെന്ന് പറയുന്ന നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏറ്റവും മൂല്യമായിട്ടുള്ള ഒരു സാധനം, അപ്പം അതിനെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ അതിനെ ചുട്ടുവഴിപ്പിച്ച് അല്ലേ നിരന്തരം അടിച്ച് അതിലെ മാലിന്യങ്ങളെയൊക്കെ ഇല്ലാതെയാക്കി അതിനെ നിർമ്മലമാക്കി തീർക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കാൻ നിരന്തരമായി ഇത്തരത്തിലുള്ള അടികൾ നമുക്ക് ഏൽക്കേണ്ടതായിട്ടുണ്ട്. ആ അടികളാണ്, അതായത് നാമജപങ്ങളായാലും ഈ കഥകൾ കേൾക്കുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഭഗവാന്റെ പുണ്യകഥകൾ കേട്ടുകൊണ്ട് ഭഗവാന്റെ നാമജപങ്ങളിൽ മുഴുകിക്കൊണ്ട്
ഭഗവാനെ മാത്രം മനസ്സിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ, ആ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും ഇല്ലാതെയാക്കി തീർക്കാൻ സാധിച്ചാൽ, അഹങ്കാരം, അഭിമാനം, അസൂയ തുടങ്ങിയിട്ടുള്ളതായ എല്ലാ മാലിന്യങ്ങളെയും എന്നാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്നും തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കുന്നത്, ആ സമയത്ത് നമ്മുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ, നമ്മുടെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഭഗവാനെ ഇടതടവില്ലാതെ ധ്യാനിച്ചുകൊണ്ട്, ആ ഭഗവാനെ മാത്രം നിരന്തരം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവസാനം ഭഗവാനിൽ ലയിച്ച് ഭഗവാനായിത്തീരുന്നു. ഭാഗവതത്തിൽ പല പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്, നമ്മുടെ ഭാവം ഏതാണോ, നമ്മുടെ ഭാവന ഏതാണോ അതായിത്തീരുന്നു നമ്മൾ. അപ്പം അതുകൊണ്ട് പറയും അന്തേ നാരായണ സ്മൃതി, അവസാനം ഭഗവാന്റെ സ്മരണയുണ്ടാകണം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ കേൾക്കുന്നതിൻ്റെ ഒരു കുഴപ്പം കഴിഞ്ഞ ദിവസം ചിദാനന്ദപുരി സ്വാമികൾ അത് വളരെ വ്യക്തമായിട്ട് പറയണ്ടായി. അപ്പം ഇവിടെ പറഞ്ഞു അന്തേ നാരായണ സ്മൃതി, അവസാന നിമിഷത്തിൽ മരിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും നാവിൻ തുമ്പിൽ നാരായണ നാമം വന്നു കഴിഞ്ഞാൽ അജാമിളനെ പോലെ നമുക്കും മോക്ഷം ലഭിക്കും. അപ്പോൾ ഈ മരിക്കുന്ന സമയത്ത് നമ്മുടെ നാവിൻ തുമ്പിൽ നാരായണ നാമം വരണമെങ്കിൽ എന്ത് വേണം? ചെറുപ്പകാലങ്ങളിൽ ഉള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം, അല്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെ. ചെറുപ്പകാലത്തിൽ എന്താണോ നമുക്ക് കിട്ടിയിരിക്കുന്ന സംസ്കാരം, അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തുടർന്നു പോകാൻ സാധിക്കുള്ളൂ. വളരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഈശ്വരനെ കുറിച്ചുള്ള, ഭഗവാന്റെ നാമജപങ്ങളെ കുറിച്ചിട്ടുള്ളതായ ഒരു സ്മരണ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിൽ ഉടനീളം നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്ത് എവിടെയോ ഇത്തരത്തിലുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള സംസ്കാരമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സപ്താഹങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഗുരുവായൂരിലേക്ക് എത്തിയതിന് ശേഷമാണ് ഈ ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കാനും അതിനെക്കുറിച്ചൊന്ന് പറയാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചത്. പക്ഷേ ആ ഒരു സംസ്കാരം ഉള്ളിലേക്ക് വരാനുണ്ടായ കാരണം ഇപ്പോഴാണ് പലപ്പോഴും പല ആചാര്യന്മാരും ഇങ്ങനെ പൂർവ്വ ജന്മാർജിതമായിട്ടുള്ള സംസ്കാരമെന്നോ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. വീട്ടിൽ ഭാഗവതം കിളിപ്പാട്ടിൻ്റെ ദശമസ്കന്ധത്തിൻ്റെ ഒരു 19 പേജുള്ള ഒരു കഷ്ണം വീട്ടിൽ അച്ഛൻ മുമ്പ് വായിച്ചിരുന്നതാണത്രേ. പിന്നീടത് ചേച്ചി വായിച്ചു, പിന്നീടത് എനിക്ക് കൈമാറി കുറച്ച് കാലം ഞാനും വായിച്ചൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അന്ന് ആ കിട്ടിയിട്ടുള്ള സംസ്കാരമാകാം പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കാനും ആ ഭാഗവതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാനുമൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയത്. ഇപ്പം പറഞ്ഞു വന്നത്, ചെറുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ അവരിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളർന്നു വരുന്ന സമയത്ത് അവർ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാലും ആ വഴികളിലൂടെ സഞ്ചരിക്കുന്ന സമയത്തും അവരറിയാതെ അവരിൽ ഉള്ളിൽ കിടക്കുന്നതായ ഈ ഒരു സംസ്കാരം അത് പല സന്ദർഭങ്ങളിലും അവരറിയാതെ പുറത്തേക്ക് വരും. അപ്പം അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പല 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 കടമ്പകളിലൂടെ കടന്നുപോയി ലഭിക്കേണ്ട ഒന്നാണ് എന്ന് നമ്മുടെ എല്ലാ പുരാണങ്ങളും നമ്മളെ പഠിപ്പിക്കുമ്പോഴും സാധാരണക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, ആ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട് സദാസമയവും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പിന്നാലെ വരും. അല്ലാതെ ആദ്യം തന്നെ ഭഗവാനെ ധ്യാനിച്ച് എനിക്ക് മോക്ഷം കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ കടുംപിടുത്തത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ? കാരണം പടിപടിയായിട്ടാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ സാധാരണ പറയും, ക്ഷണമായിട്ടും കണമായിട്ടും
വിദ്യാമർത്ഥം ച ലബ്ധയേത്. അറിവായാലും പണമായാലും അത് കുറച്ച് കുറച്ചായിട്ട് നേടണം. അല്ലാതെ ഒറ്റയടിക്കൊക്കെ വേണമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഉദ്ധവരോട് ഭഗവാൻ പറയുന്നു, പലതിനോടുള്ള കൂടിച്ചേരൽ പലപ്പോഴും നമുക്ക് ഈ ഭക്തിക്ക് അല്ലെങ്കിൽ ഭഗവാനോട് കൂടിച്ചേരുന്നതിന് തടസ്സമായി തീരുന്നു. സംഗാത് സഞ്ജായതേ കാമഃ, കാമാത് ക്രോധോ വിജായതേ, ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഭഗവത്ഗീതയിൽ പറയുന്നു അല്ലേ, നാശത്തിലേക്കുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത് എന്താണ്? സംഘമാണ്, കൂടിച്ചേരലാണ്. അപ്പം എന്തിനോടാണ് കൂടിച്ചേരേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്യന്തികമായിട്ടുള്ള ആ ഒരു ഭഗവത് ഭക്തിയാകുന്ന ആത്മാനുഭൂതിയെ എവിടെ നിന്നാണോ നമുക്ക് ലഭിക്കുന്നത് അതുമായി കൂടിച്ചേരാൻ നമുക്ക് സാധിക്കണം. പക്ഷെ ഇന്നത്തെ കൂടിച്ചേരലുകൾ പലപ്പോഴും ഒരു നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടിയുള്ള കൂടിച്ചേരലുകളാണ് പല സന്ദർഭങ്ങളിലും കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഭഗവാനോട് എപ്പോഴും ഇതായിരിക്കണം: ഭഗവാനെ, ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെയായി കൂടിച്ചേരാൻ സന്ദർഭം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലവരുമായിട്ടാവണം, സജ്ജനങ്ങളുമായിട്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടിച്ചേരലിന് സത്സംഗം എന്ന് പറയുന്നത്. കാരണം നല്ല ചിന്തകളുള്ള ആളുകൾക്ക് മാത്രമാണ് ഇവിടെ വന്നിരുന്ന് ഇതൊക്കെ കേൾക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താണ്? സജ്ജനങ്ങളാണ്. അപ്പോൾ ഈ സജ്ജനങ്ങൾ പരസ്പരം കൂടിച്ചേരുന്ന സമയത്ത് അവർക്ക് സംസാരിക്കേണ്ട വിഷയം എന്താകണം? ഭഗവാനെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചുമാകണം. അല്ലേ? നമ്മൾ വൈകുന്നേരം പോയി വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലെ മുത്തശ്ശിമാരായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരുമായി കൂടിയിരിക്കുന്ന സമയത്ത് ഇന്നിവിടെ നടന്ന ഓരോ പ്രഭാഷണങ്ങളിലും നടന്ന നമുക്ക് മനസ്സിലായിട്ടുള്ള എന്തെങ്കിലും ചില കാര്യങ്ങളായിരിക്കണം നമ്മളവിടെ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ കൂടിയിരുന്ന് നമ്മൾ അല്ലേ മറ്റുള്ള ചർച്ചകളൊന്നും ചെയ്തിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നമ്മളെപ്പോഴും ഭക്തന്മാരുമായി കൂടിച്ചേരാൻ ശ്രമിക്കണം. ഇനി അങ്ങനെ സത്സംഗത്തിനൊന്നും പോകാൻ സാധിക്കുന്നില്ല, നടക്കാൻ വയ്യ, അല്ലെങ്കിൽ അതുവരെ കൊണ്ടുപോകാൻ ആളില്ല, ഇനി അതും അല്ലെങ്കിൽ അവിടെ പോയിട്ടിരിക്കാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിലോ എന്ത് വേണം? ഏകാന്തത്തിലിരുന്ന് ഭഗവാനെ നമ്മൾ ഭജിക്കണം. അപ്പോൾ ഏകാന്തത്തിലിരുന്ന് ഭഗവാനെ ഭജിക്കണം എന്ന് പറയുമ്പോൾ ഈ ഒരു ഏകാന്തതയിലിരുന്ന് ഭജിക്കേണ്ട കാര്യം യേശുദേവനും പറയുന്നുണ്ട്. PC ദേവസ്യ എന്ന് പറയുന്ന സംസ്കൃത പണ്ഡിതൻ ബൈബിളിൻ്റെ കഥയെ ആധാരമാക്കിക്കൊണ്ട് ക്രിസ്തു ഭാഗവതം എന്ന് പറഞ്ഞൊരു ഭാഗവതം രചിച്ചിട്ടുണ്ട്. ഒരു മഹാകാവ്യമാണ് സംസ്കൃതത്തിൽ. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ട്. അപ്പം അത് പഠിപ്പിക്കുന്ന സമയത്താണ് ഗിരിപ്രഭാഷണം എന്നാണ് പേര്. ഒരു മലയുടെ മുകളിലിരുന്ന് യേശുദേവൻ നടത്തിയ ഉപദേശമാണ്. അപ്പോൾ അത് വായിക്കുമ്പോഴാണ് സത്യത്തിൽ മനസ്സിലാവുക എല്ലാ ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ളത് ഒരേ കാര്യങ്ങളാണ്. ഇപ്പം ഇവിടെ ഏകാന്തത്തിലിരുന്ന് ഭജിക്കണമെന്ന് ഭാഗവതം പറയുന്നു. അവിടെ യേശുദേവൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈശ്വരനെ ഭജിക്കാൻ തോന്നുകയാണെങ്കിൽ 4 ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഉറക്കെ ഉറക്കെ അല്ല ഭജിക്കേണ്ടത്. ഇപ്പം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നേരത്തെ പറഞ്ഞു കേൾക്കേണ്ടത് മാത്രം കേൾക്കുക. അപ്പം 4 ആൾ കൂടിയ സമയത്ത് നമ്മൾ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അമ്പലത്തിലേക്ക് പോകുമ്പോൾ അല്ലേ, നമുക്കെന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ ചില ആളുകൾ അവിടെ ചെല്ലുമ്പോൾ മാത്രം നാരായണ നാരായണ എന്ന് ജപിക്കുന്ന ആളുകളുണ്ട്. അപ്പം അതാണ് പറഞ്ഞത്, അങ്ങനെ ജപിക്കണ്ട എന്നാണ് പറഞ്ഞത്. കൂടിയിരുന്ന് 10 പേര് ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുന്നത് പോലെയല്ല, ഒരാൾ മാത്രം ഒരു 100 പേര് കൂടിയിരിക്കുമ്പോൾ. ഇപ്പം നേരത്തെ പറഞ്ഞ ഭക്തന്മാരെ പോലെയുള്ള ആളുകളാണെങ്കിൽ അത് കേൾക്കുമ്പോൾ നമ്മളും അവരുടെ കൂടെ അറിയാതെ ജപിച്ചു പോകും. അതുകൊണ്ട് അവിടെ പറയുന്നുണ്ട്, വീട്ടിനകത്ത് കയറിയിരുന്ന് വാതിലടച്ചിട്ട് ജപിക്കണം. ഇപ്പം ഇവിടെയും പറയുന്നു, നമുക്കിങ്ങനെ സമൂഹത്തിൽ പോയി ഇരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സത്സംഗത്തിനുള്ള അവസരം ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് വേണം? വീട്ടിലിരുന്ന് നമ്മൾ ഏകാന്തത്തിലിരുന്ന് ഭജിക്കണം. ഇതൊക്കെ അവസാനത്തെ പടിയാണ്. തുടക്കത്തിൽ തന്നെ വീട്ടിലിരുന്ന് ഭജിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല.
നമ്മുടെ പൂന്താനവും കുറൂരമ്മയും ഒക്കെ ചെയ്തതുപോലെ ആവുന്ന കാലത്തൊക്കെ ഭഗവാനെ പോയി കണ്ടു. ഭഗവാന്റെ നാമജപങ്ങൾ ജപിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ശയനപ്രദക്ഷിണം ചെയ്തും അടിപ്രദക്ഷിണം ചെയ്തും ഭഗവാനെ ജപിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ഭഗവാന് സമർപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഇതൊക്കെ പ്രാവർത്തികമാകുള്ളൂ. അപ്പം അങ്ങനെ ഏകാന്തത്തിലിരുന്ന് ഭജിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവർ വീണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ്, യഥാത്വമരവിന്ദാക്ഷ യാദൃശം വായതാത്മകം ധ്യായേൻ മുമുക്ഷിരേതന്മേ ധ്യാനം ത്വം വക്തുമർഹസി. അല്ലയോ അരവിന്ദാക്ഷ, താമരക്കണ്ണ, അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധയോടുകൂടി കേട്ടു. ഇനി ആ ധ്യാനത്തിൻ്റെ ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കണമെന്ന് പറഞ്ഞു. ആ ധ്യാനത്തിൻ്റെ അംഗങ്ങൾ എന്തെല്ലാമാണെന്നും അനന്തമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഏത് രൂപത്തിലാണ് ധ്യാനിക്കേണ്ടത്, ആ രൂപത്തിൻ്റെ ലക്ഷണ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നും ഉപദേശിച്ചു തരണം എന്ന് ഭഗവാനോട് പറയുകയാണ്. ഉദ്ധവരുടെ ഈ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം പറയുന്നു. എങ്ങനെയാണ് ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കേണ്ടത്? സമ ആസന ആസീന സമകായോ യഥാസുഖം ഹസ്താവുത്സംഗ ആധായ സ്വനാസാഗ്രകൃതേക്ഷണ. അപ്പം സാധകരായിട്ടുള്ള ആളുകൾ സമാസനത്തിൽ ഇരിക്കണം. ഇങ്ങനെ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആസനം പത്മാസനമാണ്, അല്ലെങ്കിൽ വജ്രാസനമാണ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്നാൽ ശരി, പത്മാസനത്തിലിരുന്ന് ധ്യാനിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഒരു കാലെടുത്ത് മറ്റേ കാലിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മറ്റേ കാലിൽ മസിൽ കയറിയിട്ടുണ്ടാവും. പിന്നെന്തായി? ഒരാഴ്ചത്തേക്ക് ധ്യാനമില്ല, ആസനമില്ല, ഒന്നുമില്ല. അപ്പം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അതേപോലെ ചെയ്യണമെന്നല്ല. ഇതിനൊക്കെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എങ്ങനെയാണോ സാധിക്കുന്നത് അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ സമ ആസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റിയ ഇരിപ്പിടത്തിൽ ഇരിക്കാം. അത് ചില ആളുകൾക്ക് സിദ്ധാസനമാവാം, സുഖാസനമാവാം. ചില ആളുകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സുഖാസനം എന്ന് പറയുന്നത് എന്താണ്? കസേരയിൽ ഇരിക്കലാണ്. കാരണം കാൽമുട്ട് മടക്കി ഇരുന്ന് ശീലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം കാരണം ഇരിക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത്, ഇനി ഇതൊന്നും സാധിക്കില്ല, ഭഗവാനെ എനിക്ക് കുറച്ച് നേരം അങ്ങനെ കാല് നീട്ടിയിരിക്കണം, ഇരുന്നോളൂ, അതിലും വിഷമമില്ല. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്നതും ഇരിക്കുന്നതുമൊക്കെ നമ്മുടെ ഉള്ളിലൊരു ലക്ഷ്യമുണ്ടാകണമെന്ന് മാത്രം. അങ്ങനെ സമാസനത്തിലിരിക്കണം. അപ്പോൾ ഏത് ആസനത്തിലിരുന്നാലും ചുരുങ്ങിയത് ഒരു 10-25 മിനിറ്റ് നേരമെങ്കിലും നമുക്ക് അനങ്ങാതെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ആസനത്തിൽ നിവർന്നിരിക്കണം. പിന്നീട് നമ്മുടെ കൈകളെടുത്ത് മടിയിലിങ്ങനെ, അല്ലേ, ചില ആളുകൾ ചിന്മുദ്ര വെച്ചിരിക്കും, ചില ആളുകൾ ഇവരിങ്ങനെ പിരമിഡാക്കിയിരുന്നാൽ കുറച്ചുകൂടി പെട്ടെന്ന് ആ എനർജി നമ്മളിലേക്ക് വരുമെന്ന് പറയും. അതൊക്കെ ഓരോ ആളുകൾക്ക് അവരവരുടെ ആചാര്യന്മാർ ചിലപ്പോൾ നിർദ്ദേശിച്ചു തരും, അതിനനുസരിച്ച് ചെയ്യാം. ഇനി എല്ലാ ആചാര്യന്മാരൊന്നും ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ തന്നെ ആചാര്യനാക്കിക്കൊണ്ട് നമുക്ക് സാധിക്കുന്നത് പോലെ ഈ നാമജപത്തിലേക്ക് കടക്കാം. പിന്നെ പറഞ്ഞു, കണ്ണുകൾ നാസാഗ്രത്തിൽ ഉറപ്പിക്കണം. ചിന്മയ മിഷൻ്റെ ആചാര്യനായിട്ടുള്ള പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമികളുടെ ഈ നാസാഗ്രത്തിൽ, അല്ലേ, കണ്ണുറപ്പിക്കുന്നതിനെ പറ്റിയിട്ട് വളരെ രസകരമായിട്ട് അദ്ദേഹം എപ്പോഴും പറയും പ്രസംഗിക്കുമ്പോൾ, ആ ആക്ഷനൊക്കെ കാണിച്ചിട്ട്. കാരണം എന്താ? മൂക്കിൻ്റെ അറ്റത്ത് കണ്ണുറപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അയ്യോ, മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കിയാലേ എന്ത് കിട്ടുള്ളൂ? മോക്ഷം കിട്ടുള്ളൂ. പിന്നെ അതിനുള്ള ശ്രമമായി. സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം മൂക്കിൻ്റെ അറ്റത്തേക്ക് കണ്ണെത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇപ്പം എന്താണ്? നമ്മുടെ ശ്രദ്ധ ഒരു സ്ഥലത്തേക്ക് വരണം. നമ്മൾ നേരെ നോക്കുന്നതിന് പകരം പകുതി കണ്ണുകൾ അടച്ചുകൊണ്ട് ആ, അല്ലേ, മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ ആളുകൾ അവരവരുടെ ശ്രദ്ധകൾ, ചില ആളുകൾ കണ്ണ് തുറന്നിരുന്നാലും അവരുടെ ശ്രദ്ധ മുഴുവൻ ആ ഭ്രൂമധ്യത്തിലാവും. അപ്പം അങ്ങനെ ശ്രദ്ധിക്കണം.
അതിനുശേഷം പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. പ്രാണായാമത്തിലൂടെ പ്രാണനെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഭാഗവതം പറയുന്ന ഈ ഒരു ധ്യാനാവസ്ഥയിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത്ര വരെ ആദ്യം നമുക്ക് എത്തിക്കാം. എന്താണ്? നിവർന്നിരുന്ന് കണ്ണുകൾ പകുതി അടച്ചുകൊണ്ട്, മുഴുവൻ അടച്ചാൽ ചിലപ്പോൾ ഉറക്കം വരും, മുഴുവൻ തുറന്നാലോ മറ്റുള്ള കാഴ്ചകൾ കാണും. അതുകൊണ്ടാണ് മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പകുതി അടച്ച് ശ്രദ്ധയോടുകൂടി ഇരുന്ന് കൈകൾ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി വെച്ച്, ഇങ്ങനെ വെക്കുമ്പോൾ കൈ വേദന ഉണ്ടെങ്കിൽ വല്ല മേശയുടെ മുകളിൽ വെച്ചാൽ വെക്കുന്നത് കുറച്ച് നേരം ഉറപ്പിച്ച് വെക്കുക. അതിനുശേഷം ശ്വാസത്തെ നമ്മൾ പതുക്കെ നിയന്ത്രിക്കുക. പിന്നീട് ആ ഭഗവാന്റെ രൂപത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ അർജുനൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്, ഭഗവാനെ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അഭ്യാസേനതു കൗന്ദേയ, ഇതൊക്കെ അഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം ആദ്യത്തെ ഒരു മാസം നമ്മളെ അഭ്യാസം ചെയ്ത് എന്താണ്, ഒരു 20 മിനിറ്റ് നേരം ഒന്ന് ഇരിക്കാൻ നമ്മൾ പഠിക്കും അനങ്ങാതെ. പിന്നെ കൈകൾ അനക്കാതെ വെക്കാൻ പഠിക്കും. പിന്നെ അടുത്ത ഒരു മാസം കൊണ്ട് കണ്ണൊന്നും ഇങ്ങനെ ഇരിക്കാൻ നമ്മൾ പഠിക്കും. ഇതൊക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടേ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്നു കൊണ്ട് ആ ഹൃദയമാകുന്ന കമലത്തിൽ ഭഗവാന്റെ രൂപത്തെ കാണാൻ നമുക്ക് സാധിക്കണം. സമം പ്രശാന്തം സുമുഖം ദീർഘചാരു ചതുർഭുജം സുചാരു സുന്ദരഗ്രീവം സുഖപോലം ശുചിസ്മിതം. ഭഗവാന്റെ സമവും പ്രശാന്തവുമായിട്ടുള്ള ആ സുന്ദരമായിട്ടുള്ള രൂപം, മനോഹരമായിട്ടുള്ള ആ ഒരു ശരീരം, നീണ്ടുരുണ്ട് മനോഹരമായിട്ടുള്ള കരങ്ങൾ, ശംഖസമാനമായിട്ടുള്ള ഭഗവാന്റെ കണ്ഠം, ശോഭനമായ കവിൾത്തടം, വളരെ മനോഹരമായിട്ടുള്ള മന്ദഹാസം, പീതാംബരം, ഘനശ്യാമവർണം, മാറിൽ ശ്രീവത്സം, അതുപോലെ ലക്ഷ്മീദേവി, കണ്ഠത്തിൽ കൗസ്തുഭം, ശിരസിൽ രത്നകിരീടങ്ങൾ, കണ്ഠത്തിൽ കൗസ്തുഭം, കൈകളിൽ കൈവളകൾ, തോൾവളകൾ, അരയിൽ അരഞ്ഞാൺ, പ്രസാദസുമുഖമായ കരുണാ കടാക്ഷം. ഇങ്ങനെ സർവാംഗ സുന്ദരവും സുകുമാര മനോഹരവുമായ ആ ഭഗവാന്റെ രൂപത്തെ നമ്മൾ ധ്യാനിക്കണം. മനസ്സ് വേറെ എങ്ങോട്ടും പോകാതെ ആ ഭഗവാനിലേക്ക് തന്നെ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ മറ്റുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും സംഗ്രഹിച്ചുകൊണ്ട് ആ ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഭഗവാന്റെ സമഗ്രമായിട്ടുള്ള ആ രൂപത്തെ, ധ്യാന വിധികളെ പലതും ഭാഗവതത്തിൽ സൂക്ഷ്മരൂപം, അതുപോലെ വിരാട് സ്വരൂപ ധ്യാനം, സഗുണധ്യാനം, അങ്ങനെ പല പല ധ്യാന അവസ്ഥകളെയൊക്കെ ഭാഗവതത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇതിലേതാണോ നമുക്ക് സാധ്യമാകുന്നത് ആ ഒരു ധ്യാനത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ധ്യാനാവസ്ഥയിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ലളിതമായിട്ടുള്ള ഒരു രീതിയെയാണ് ഇവിടെ ഓർമ്മിപ്പിച്ചത്. നിവർന്നിരുന്ന് കണ്ണുകൾ ശ്രദ്ധയോടുകൂടി അടച്ച് ഉറങ്ങാതെ നമുക്കിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ണുകൾ അടച്ചിരിക്കാം. ആ കണ്ണുകൾ അടച്ചിരുന്ന് ശ്രദ്ധയോടുകൂടി ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ആ കാർവർണ്ണൻ്റെ, ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കാണാൻ സാധിക്കണം. മഞ്ഞപ്പട്ടുടുത്തിട്ടുണ്ട്, തലയിൽ കിങ്ങിണിയുണ്ട്, മറ്റുള്ള ആ ഒരു അലങ്കാര രൂപങ്ങളെയൊക്കെ നമ്മൾ മറക്കാം. കാരണം അതെല്ലാം കൂടി ഓർമ്മിച്ചെടുക്കാൻ നമുക്ക് തുടക്കത്തിൽ എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ള, അല്ലേ, സാധാരണ പറയും സത്രവേദികളിലൂടെയൊക്കെ മണികിലിക്കൊണ്ട് ഓടി നടക്കുന്നതായ ആ ഒരു ഉണ്ണിക്കണ്ണൻ്റെ കിശോരമായിട്ടുള്ള വേഷം, കുരൂരമ്മ കണ്ട ഉണ്ണിക്കണ്ണനെ നമുക്കും കാണാൻ സാധിക്കണം. അങ്ങനെ ആ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഓടക്കുഴൽ നാദം മുഴക്കിക്കൊണ്ടുവരുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം നമ്മുടെ മനസ്സിൽ നമുക്ക് ധ്യാനിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ആ ഭഗവാന്റെ അനുഭൂതിയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ മേൽപ്പറഞ്ഞ വിധത്തിൽ ഭഗവാന്റെ
ഭക്തി നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള സിദ്ധികളുണ്ടാകുമെന്ന് പറയുന്നു. കുറേ ദിവസം നമ്മൾ ഈ ധ്യാനാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ണുകളടക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഈ ഭ്രൂമധ്യത്തിലേക്ക് ഒരു നീല വെളിച്ചം അല്ലെങ്കിൽ ഒരു മഞ്ഞ വെളിച്ചം, അത് ഓരോ ആളുകൾക്ക് ഓരോ തരത്തിലുള്ള അനുഭൂതികളുണ്ടാവും. ആ അനുഭൂതി വരുന്ന സമയത്ത് ഞാനിതാ എന്തായി, ഭക്തനായി എന്ന് തോന്നിയിട്ട് ആരാണോ ആ സിദ്ധിയുടെ പിന്നാലെ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നാശം മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സിദ്ധികളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജിതേന്ദ്രിയസ്യ യുക്തസ്യ ജിതശ്വാസസ്യ യോഗിന മയി ധാരയതശ്ചേദം ഉപദിഷ്ടന്തി സിദ്ധയഃ. അങ്ങനെ ഭഗവാനിൽ മാത്രം മനസ്സുകൾ ഉറപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത്, ഈ ധ്യാനയോഗത്തിലൂടെ സാധനയിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള സിദ്ധികളുണ്ടാകും എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ആ സിദ്ധികൾ ഏതാണ് എന്ന് ചോദിച്ചു. അപ്പം അവിടെ അണിമ മഹിമ തുടങ്ങിയിട്ടുള്ള സിദ്ധികളെ പറ്റിയൊക്കെ പറയുന്നു. അവസാനം ഭഗവാൻ പറയുന്നുണ്ട്, കാരണം ആ സിദ്ധികളെക്കുറിച്ചൊന്നും ഇവിടെ വിവരിക്കുന്നില്ല, കാരണം ആ സിദ്ധികളെ കൊണ്ടൊന്നും നമുക്ക് പ്രയോജനമില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറയാണ്, ആ സിദ്ധികളെക്കുറിച്ചൊന്നും ഉദ്ധവ ചിന്തിക്കേണ്ട. കാരണം എന്താ, ഈ സിദ്ധികളൊക്കെ ആരാണ്? ഞാൻ തന്നെയാണ് അല്ലേ. ചെറുതാവുക വലുതാവുക തുടങ്ങിയിട്ടുള്ള ഓരോ സിദ്ധികളും എൻ്റെ മായയാണ്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ആ സർവജ്ഞനായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ മാത്രം ആരാണോ ഉപാസിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതിനുശേഷം പറയുന്നു, സമശത്രൗജമിത്രേജ തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതി ഭക്തിമാൻ മേ പ്രിയോ നരഹ. ഗീതയിൽ ഭഗവാൻ പറയുന്നു, എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട്, എല്ലാത്തിലും ഒരേ ചിന്തയോടുകൂടി, അതായത് ശത്രുവായാലും മിത്രമായാലും അവരെയൊക്കെ ഒരേപോലെ കണ്ടുകൊണ്ട്, തുല്യനിന്ദാസ്തുതിർമൗനി, അതായത് ഒരാൾ നിന്ദിച്ചാലും അല്ലെ ഒരാൾ പ്രകീർത്തിച്ചാലും ഒരേപോലെ സ്ഥിതപ്രജ്ഞനായി ഇരുന്നു കൊണ്ട്, ആരാണോ സ്ഥിരമതിഹി, ആ ഭഗവാനിൽ മാത്രം സ്ഥിരമായിട്ടുള്ള ബുദ്ധിയോടുകൂടി ഇരിക്കുന്നത്, അവനാണ് ഉത്തമനായിട്ടുള്ള ഭക്തൻ എന്ന് സൂചിപ്പിക്കുന്നു. ഒരു ഭക്തൻ്റെ ഉത്തമമായിട്ടുള്ള ലക്ഷണമെന്ന് പറയുന്നത് എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കുക. അപ്പം അങ്ങനെ എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവില്ല? സങ്കടം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല അല്ലേ, കുനിഷ്ടും കുശുമ്പും ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ? എല്ലാം ഈശ്വരനാണ്. ഈശ്വരനോട് തോന്നുന്നത് ഒരേ ഒരു ഭാവമാണ്, പ്രേമമാണ്, ഭക്തിയാണ്. ഇപ്പം സർവചരാചരങ്ങളോടും അത്തരത്തിൽ പ്രേമഭാവത്തോടുകൂടി ഭക്തിഭാവത്തോടുകൂടി കാണാൻ കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയ ഒരു സുഖം നമുക്ക് ലഭിക്കാനില്ല. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു ഭാവത്തോടുകൂടി, ആ ഒരു ഭക്തി ഭാവത്തോടുകൂടി നമുക്ക് ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ഭഗവാന്റെ ഭക്തന്മാരായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ഗീതയിൽ പറഞ്ഞതുപോലെ, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർ വിജയോ ഭൂതിഹി ധ്രുവ നീതിർമതിർമമ. ഈ പ്രപഞ്ച അനുഭവത്തിന് മുഴുവൻ ആശ്രയമായിട്ടുള്ള ഈശ്വരനോടൊപ്പം വില്ലേന്തിയ കുന്തിപുത്രനെ പോലെ ശ്രദ്ധയോടുകൂടി ധൈര്യത്തോടുകൂടി നമുക്ക് ആത്മ തേജസ്സും ജയവും ഭൗതിക ഐശ്വര്യവുമൊക്കെ നമുക്ക് നേടാൻ സാധിക്കും. അപ്പം അങ്ങനെ എല്ലാം നമുക്ക് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ ആ ഒരു അർപ്പണമായിട്ട് നമുക്ക് ജീവിക്കാം. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ഛരണാം ഭോജേ രതിസ്യാതനപായിനി. ആ ഭഗവാന്റെ പാദകമലങ്ങളിൽ ഭക്തിയുണ്ടാകണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.